എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ശ്രമിച്ചതാരാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ എല്ലാ മതക്കാരും ഒരുമിച്ച് നിന്ന് പൊരുതി നേടിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഈ ഒരു ജനാധിപത്യ രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പൂന്തോട്ടം പോലെയാണ്. ഒരു പൂന്തോട്ടം എങ്ങനെയാണ് നമുക്ക് കാണാറുള്ളത്? ആ പൂന്തോട്ടത്തിൽ വ്യത്യസ്തമായ പൂക്കൾ ഉണ്ടാവും. കാണാൻ എന്ത് ഭംഗിയാല്! പൂന്തോട്ടം പോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ജനത എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ മതക്കാര്, വ്യത്യസ്തമായ ഭാഷകള്, വ്യത്യസ്തമായ ആചാരങ്ങള്, വ്യത്യസ്തമായ വേഷവിധാനങ്ങള്. ആലോചിച്ച് നോക്കി, എന്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ രാജ്യമാണ് നമ്മുടേത്. ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഇന്ത്യ രാജ്യത്തെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഖേദകരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. മതവർഗീയതകളും മതത്തിൽ അകൽച്ച ഉണ്ടാവാൻ ഇതിന്റെ പിന്നിൽ ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ പരസ്പര സ്നേഹവും ഐക്യവും നിലകൊണ്ടാലേ നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദമാവുക. ഈ വർഗീയതകള്, കലഹങ്ങൾ ഒക്കെ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ശ്രമിക്കുന്നവർക്കെതിരെ നമ്മൾ പോരാടുക, ഒറ്റക്കെട്ടാകുക. നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗത്തിന് മാത്രം നമ്മൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല. ഇവിടെ എല്ലാ മതക്കാരും സ്നേഹത്തോടെ ഐക്യത്തോടെ നിലകൊണ്ടാലേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുക, സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ എല്ലാവരും മുന്നോട്ട് പോവുക. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൽ സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.